ജീർണിക്കാൻ അനുവദിക്കുകയില്ല. രക്ഷാകര രഹസ്യങ്ങളിലെ ഏറ്റവും പ്രധാന ഒരു രഹസ്യമാണ് ഈശോയുടെ പീഠാനുഭവം, മരണം, മരിച്ചു കഴിഞ്ഞിട്ടുള്ള എന്താ? ഉത്ഥാനം. ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗം ആ ഉത്ഥാനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ശക്തിയും മനുഷ്യ വംശത്തിലേക്ക് ഒഴുകുന്നത്. ഈശോ ജീവിച്ചിരുന്ന സുവിശേഷ പ്രഘോഷ സമയത്ത് പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കും എന്ന് ഈശോ പറഞ്ഞതിൻ്റെ രഹസ്യം ഇതാണ്. ശരീരം ജീർണിക്കുന്നത് 4-ാം ദിവസമാണ്. യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് ഒരാൾ മരിച്ചാൽ 3 ദിവസം അവർ ആ കല്ലറയിൽ പോയി ശരീരത്തിൽ ലേപനം, സുഗന്ധദ്രവ്യം പൂശി അതിനെ ലേപനപ്പെടുത്തും. എന്നാൽ 4-ാം ദിവസം പോവില്ല. കാരണം 4-ാം ദിവസം ശരീരം ജീർണിക്കാൻ തുടങ്ങും. അപ്പോൾ സഭയുടെ പ്രബോധനങ്ങളിലും ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകളിലും ഈശോയുടെ ശരീരം ജീർണിക്കാൻ ദൈവം അനുവദിക്കില്ല. കാരണം ഒന്ന്, ഈശോയുടെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താ? ഈശോ മനുഷ്യനാണെങ്കിലും അതേസമയം ഈശോ ദൈവമാണ്. അതുകൊണ്ട് ആ ശരീരം ജീർണിക്കാൻ അനുവദിക്കാതെ ആ ശരീരം മരിച്ചു. എന്നാൽ ശരീരം യേശുവിൻ്റെ മരിച്ചാലും അതോ യേശു മരിച്ചാലും ആ ശരീരം വാസ്തവത്തിൽ മരിക്കുന്നില്ല. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം എന്ന് പറഞ്ഞാൽ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടുന്ന അവസ്ഥയ്ക്കാണ് മരണം എന്ന് പറയുന്നത്. ആത്മാവ് ശരീരത്തെ വിട്ടു. ആത്മാവാണ് ശരീരത്തിൻ്റെ ചാലക ശക്തി, ജീവൻ നൽകുന്നത്. ആത്മാവാണ് ശരീരത്തിൽ രക്തമോട്ടുന്നത്. ആത്മാവ് വിട്ടാൽ രക്തമോട്ടമില്ല. രക്തം തന്നെ കട്ടയായി മാറും. എന്നാൽ യേശുവിൻ്റെ ശരീരത്തിൽ ആത്മാവ് യേശുവിൻ്റെ ശരീരത്തെ വിട്ടു. അഥവാ ഈശോ തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകി. തൻ്റെ ആത്മാവിനെ ദൈവത്തിന് സമർപ്പിച്ചു. എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അത് ഈശോയുടെ ഇഷ്ടമനുസരിച്ച് സമർപ്പിച്ചത്. ഈശോന് വേണമെങ്കിൽ സമർപ്പിക്കാതിരിക്കുകയാണെങ്കിൽ ഈശോന് മരിക്കാതിരിക്കാം. ആ സ്വാതന്ത്ര്യം ദൈവം ഈശോന് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 18-ലാണെന്ന് തോന്നുന്നു. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ 18 പറയുന്നു, എനിക്ക് കൊടുക്കുവാനും തിരിച്ചെടുക്കുവാനും ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ തിരിച്ചെടുക്കാൻ വേണ്ടി, 17ൻ്റെ അവസാനം, തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ. ഉണ്ടോ? ഈശോ ജീവൻ അർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തിരിച്ചെടുക്കുന്നതിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ ആ ജീവൻ ഈശോയ്ക്ക് അർപ്പിക്കാനും ആ ജീവനെ വീണ്ടും തിരിച്ചെടുത്ത് ഉയർപ്പിക്കാനും ഈശോയിൽ തന്നെ സ്വന്തം ശക്തി പിതാവ് കൊടുത്തിരിക്കുന്നു.
ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയില്ല. ഞാനത് സ്വമനസ്സ സമർപ്പിക്കുന്നതാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്. ഈശോയുടെ ജീവിതം കാലഘട്ടത്തിൽ തന്നെ ഈശോയും പിതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വലിയ ഒരു വിസ്മയനീതിയായിട്ട് ഈശോയ്ക്ക് തന്നെ ജീവൻ അർപ്പിക്കാനും തിരിച്ചെടുത്ത് വീണ്ടും ജീവനിലേക്ക് ഉയർക്കാനും ഉള്ള അധികാരം ഈശോയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ അധികാരം പണ്ടേ മുതൽ കൊടുത്തിട്ടുള്ളതാണ്. അതാണ് ഇവിടെ സങ്കീർത്തനത്തിൽ പാടുന്നത്. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അതിനു മുമ്പ് അവിടെ നിന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴുമെൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്നെൻ്റെ വലത്തുഭാഗത്ത് ഉള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും 16:9 അന്തരംഗമാനന്ദം കൊള്ളുകയും ചെയ്യുന്നു. കറക്റ്റ്. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. കണ്ടോ, എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അതിനൊരനക്കം പറ്റുന്നില്ല. മറ്റൊരു വലിയ രഹസ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ശരീരം, ഞാൻ പറഞ്ഞു, മരണം എന്നത് ആത്മാവും ശരീരത്തിൻ്റെയും വേർപെടലാണ് മരണം. എന്നാൽ ഈ മരിച്ച അവസ്ഥയിൽ ആത്മാവ് ശരീരത്തെ വിട്ടു പോകുമ്പോഴും ശരീരത്തിൻ്റെ ദൈവീക സ്വഭാവം നഷ്ടപ്പെടുന്നില്ല. യേശു അഥവാ എല്ലാവരിലും ശരീരം ദൈവം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ശരീരത്തിൽ ദൈവത്തിൻ്റെ ജീവനുണ്ട്. പക്ഷേ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോകുമ്പോൾ ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്നു. ശരീരം, സാധാരണ മനുഷ്യരുടെ അവസ്ഥയിൽ ശരീരം ജീർണിക്കും. എന്നാൽ ഈ ജീർണിച്ച ശരീരം അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽക്കും. അതാണ് ശരീരത്തിൻ്റെ ഉയർപ്പ്. എന്നാൽ ഈശോയെ സംബന്ധിച്ച് ജീർണിക്കുന്നില്ല, അത് വിശ്രമിക്കുകയാണ് അവിടെ. അപ്പം ആ അവസ്ഥയിൽ യേശുവിൻ്റെ ഈ ശരീരത്തിലുള്ള ദൈവിക സ്വഭാവം നഷ്ടപ്പെടുന്നില്ല.
ഉത്ഥിതനായ യേശു സ്പർശനം ഭക്ഷണം പങ്കുചേരുന്നു. കാറ്റഗിസത്തിൽ 650 ഖണ്ഡികയിൽ പറയുന്നത് ഇതാണ്: സഭാപിതാക്കന്മാർ പുനരുത്ഥാനത്തെപ്പറ്റി ചിന്തിക്കുന്നത് ക്രിസ്തുവിലെ ദൈവീക വ്യക്തി അവിടുത്തെ ആത്മാവും ശരീരവുമായി ഐക്യപ്പെട്ടിരുന്നുവെന്നും മരണം വഴി അവ തമ്മിൽ വേർപെട്ടപ്പോൾ പോലും അപ്രകാരമായിരുന്നുവെന്നുമുള്ള ഈ വീക്ഷണത്തിൽ അടിയുറച്ചാണ്. വ്യതിരിക്തവും വേർപെട്ടും നിലനിന്നിരുന്ന രണ്ട് മാനുഷിക ഘടകങ്ങളിൽ ഓരോന്നിലും സന്നിഹിതമായിരുന്ന ദൈവിക പ്രകൃതിയുടെ ഐക്യം വഴി അവ രണ്ടും ഒരുമിച്ച് ചേരുകയും സംയോജിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സംയോജിക്കപ്പെട്ട ഭാഗങ്ങളുടെ വിഭജനത്തിലൂടെ മരണവും വിഭജിക്കപ്പെട്ട ഭാഗങ്ങളുടെ സംയോജിപ്പിക്കലിലൂടെ പുനരുത്ഥാനവും സംഭവമാകും. ഇതിപ്പോൾ ഒരു സൂചനയായിട്ട് എടുക്കുക, മുഴുവനും മനസ്സിലാകില്ലെങ്കിൽ പിന്നീട് മനസ്സിലാകും. അപ്പോൾ യേശുവിൻ്റെ ശരീരം ആത്മാവുമായിട്ട് വേർപെട്ടപ്പോൾ യേശു മരിച്ചു. യേശു എല്ലാവരെയും പോലെ തന്നെ മരിച്ചു എന്നത് കൃത്യമാണ്. എന്നാൽ യേശു മരിച്ച അവസ്ഥയിൽ യേശുവിൻ്റെ ശരീരത്തിലുള്ള ദൈവിക പ്രകൃതി നഷ്ടപ്പെടുന്നില്ല. ശരീരത്തിനും ആത്മാവിനും ദൈവിക പ്രകൃതിയുണ്ട്, അത് രണ്ടും നഷ്ടപ്പെടുന്നില്ല. ആത്മാവ് ദൈവത്തിലേക്ക് പോയി, ശരീരം അങ്ങനെ തന്നെയാണ്. അതിലുള്ള ദൈവിക പ്രകൃതി നഷ്ടപ്പെടുന്നില്ല. ആ ദൈവിക പ്രകൃതിയാണ് ഈ ശരീരത്തെ വീണ്ടും ഉയർപ്പിക്കുന്നത്. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. ശരീരം അടുത്തത്: അവിടുന്ന് പാതാളത്തിൽ തള്ളുകയില്ല. പാതാളം എന്ന് പറയുന്ന നരകമല്ല, മരിച്ചവരുടെ വാസസ്ഥലമാണ്. ആ പാതാളത്തിൽ യേശു 3 ദിവസം ആയിരുന്നപ്പോൾ ശരീരം ജീർണിച്ചിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും ശരീരവും ഈ ദൈവിക പ്രകൃതിയുള്ളതാണ് മരിക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ശവസംസ്കാരം ഇത്രയും ഭക്തിപൂർവം നടത്തുന്നത്. ഈ ശരീരത്തിലെ ദൈവിക പ്രകൃതി നഷ്ടപ്പെടുന്നില്ല. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീർണിക്കുമ്പോഴോ? ജീർണിക്കുമ്പോൾ എന്താ ജീർണിക്കുന്നത്? ശരീരത്തിലുള്ള ദൈവിക പ്രകൃതി ഒരിക്കലും ജീർണിക്കില്ല. മനുഷ്യപ്രകൃതിയാണ് ജീർണിക്കുന്നത്. ഇപ്പൊ ചോദിക്കരുത് ആ ദൈവിക പ്രകൃതി എവിടെ പോയി. ആ ദൈവിക പ്രകൃതി, നമ്മുടെ ശരീരത്തിൻ്റെ ദൈവിക പ്രകൃതി ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ ദൈവിക പ്രകൃതിയാണ് അന്ത്യദിനത്തിൽ നമ്മുടെ ശരീരത്തെ നമ്മുടെ തന്നെ ആത്മാവുമായിട്ട് ഒന്നിപ്പിക്കുന്നത്. നമ്മുടെ ശരീരം ജീർണിച്ചതിന് ശേഷം ഉത്ഥാനം ചെയ്ത് അനശ്വരമായ ശരീരമായി മാറുന്നു. അന്ത്യദിനത്തിൽ നമ്മുടെ ശരീരം ഉത്ഥാനം ചെയ്യുമ്പോൾ നശ്വരമായിരുന്ന ശരീരം
നശ്വരമായതിനെ വിതച്ചപ്പോൾ അനശ്വരമായ അതിൽ നിന്നുണ്ടായി. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ഈ നശ്വരമായ ശരീരത്തിലുണ്ടായിരുന്ന ദൈവിക പ്രകൃതി ജീർണിക്കുന്നില്ല. ആ ദൈവിക പ്രകൃതി ഈ ശരീരത്തിൻ്റെ നശ്വരതയിൽ നിന്ന് അതിൻ്റെ അനശ്വരതയിലേക്ക് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയിലൂടെ ഉയർപ്പിക്കുകയും അന്ത്യദിനത്തിൽ നമ്മുടെ ആത്മാവും ശരീരവും ഒന്നിച്ച് നമ്മൾ ദൈവത്തെ പോലെ അനശ്വരമായി മാറുകയും ചെയ്യുന്നു. അതിന് നമുക്ക് കൂടുതൽ പിന്നെ പഠിക്കാം. ഈശോയുടെ ശരീരം ജീർണിക്കുന്നില്ല. അവൻ്റെ ശരീരം സുരക്ഷിതമായി, എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കിയേ. ആ ശനിയാഴ്ച ദിവസമാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. അപ്പോൾ പണ്ടേ മുതൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള പ്രാർത്ഥനയെല്ലാമാണ് ഈ യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കും. എൻ്റെ ശരീരം ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കും. അതാണ് ഈ സങ്കീർത്തനത്തിൽ പാടുന്നത്. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും ഈ സങ്കീർത്തനം ഈശോ പാടിയിരുന്നപ്പോഴെല്ലാം ഈശോ എന്തായിരിക്കും ചിന്തിച്ചിരിക്കുക? 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേക്കും. ജീവിച്ചിരുന്ന കാലത്ത് ഈ 30 വർഷക്കാലം ഈശോ ഈ സങ്കീർത്തനങ്ങളെല്ലാം പാടിയിരുന്നപ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ അർത്ഥം മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് ആ വിശ്രമിക്കാൻ പോകുന്ന ദിവസം അവരെന്നെ കൊല്ലും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേക്കും. എൻ്റെ ശരീരം ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. എന്നെ കൊല്ലാൻ ഞാനാണ് അനുവദിക്കുന്നത്. എൻ്റെ ജീവൻ അർപ്പിക്കാൻ ഞാൻ അനുവദിക്കും, എന്നാൽ അത് തിരിച്ചെടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. നമ്മൾ പെട്ടെന്നൊരു ചെറിയ ആശയം, ഈസ്റ്റർ എഗ് എന്ന് കേട്ടിട്ടില്ല? ഈസ്റ്റർ എഗ്. ഈസ്റ്ററിൻ്റെ സമയത്ത് നമ്മുടെ നാട്ടിലൊന്നും അധികമില്ല, യൂറോപ്പിലൊക്കെ ഈസ്റ്റർ എഗ്സ് വലിയ നിറമൊക്കെ ഇവിടെ ഉണ്ടാവും. ഇപ്പൊക്കെ അല്ലേ? ഇപ്പം ഉണ്ട്, പല കളറൊക്കെ അടിച്ച് ഈസ്റ്റർ എഗ്. എന്താണ് ഈസ്റ്റർ എഗ്ഗിൻ്റെ കാരണം? എന്താണ് അതിൻ്റെ അർത്ഥം? പിള്ളേർക്ക് പല കളറിലുള്ള കോഴിമുട്ടയെ കൊടുത്ത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എഗ്, കോഴിമുട്ട ഉയർപ്പിൻ്റെ ഒരു ചിഹ്നമാണ്. എങ്ങനെയാണത് ഉയർപ്പിൻ്റെ ചിഹ്നമാകുന്നത്? കോഴി മുട്ടയിട്ട് കഴിഞ്ഞ് ആ മുട്ടകളെല്ലാം കൂട്ടിവെച്ച് അതിൻ്റെ മീതെ 21 ദിവസം അടയിരിക്കുകയാണ്. ആ കോഴി മുട്ടയുടെ മീതെ അടയിരുന്ന് കഴിയുമ്പോൾ 21-ാം ദിവസം മുട്ട വിരിയും. മുട്ട വിരിയും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ കോഴിക്കുഞ്ഞ് നല്ല മനോഹരമായ ചുണ്ടും ചിറകുകളും, എന്ത് ഭംഗിയാണത്! അതെങ്ങനെ ഉണ്ടാകുന്നത്? ഇനി ചോദ്യം, ആ കോഴിക്കുഞ്ഞ് ഈ മുട്ടത്തോടിൽ നിന്നും പുറത്തു വരുന്നതിന് ആരാണ് ആ തോട് പൊട്ടിക്കുന്നത്? ആരാണ് ആ തോട് പൊട്ടിക്കുന്നത്? ആരാ പൊട്ടിക്കുന്നത്? ഇപ്പൊ ചിലവർ പറഞ്ഞ് തള്ളക്കോഴിയാണ്. അല്ല, തള്ളക്കോഴി അല്ല. അതാണ് ഇതിൻ്റെ രഹസ്യം. ആ കുഞ്ഞു തന്നെ അകത്തുനിന്ന് പൊട്ടിച്ച് പുറത്തേക്ക് വരികയാണ്. അതാണ് ഉയർപ്പ്. മനസ്സിലായോ? ആരുടെ ശക്തി കൊണ്ട്? ആ മുട്ടയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ജീവൻ ഏതാനും ദിവസത്തിനകത്ത് പുതിയ ഒരു സൃഷ്ടിയായി ചിറക് വെച്ച് ആ തോട് പൊട്ടിച്ച് പുറത്തു വരുന്നു. ആ തോട് പൊട്ടിച്ച് പുറത്തു വരുന്നത് കുഞ്ഞ് തന്നെയാണ്, തള്ളയല്ല പൊട്ടിക്കുന്നത്.
എന്ന പോലെ എൻ്റെ ജീവൻ സമർപ്പിക്കാനും അത് തിരിച്ചെടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ആ കബറിടത്തിൽ ഉള്ളിൽ നിന്ന് മരിച്ച ആ ശരീരത്തിൽ ഉള്ള ദൈവീകത നഷ്ടപ്പെടുന്നില്ല. ആ ദൈവീകതയിൽ ആ യേശുവിൻ്റെ ശക്തിയിലൂടെ തന്നെ ആ ശരീരത്തിൽ പുതിയ രക്തം ഒഴുകുകയാണ്. പുതിയ രക്തം. പഴയ രക്തം മനുഷ്യന്റെ പാപം മുഴുവനും ഏറ്റെടുത്ത രക്തം. മനുഷ്യൻ തന്നെ പീഡിപ്പിച്ച് ആ രക്തം മുഴുവനും ഒഴുക്കി അതിൻ്റെ അവസാന തുള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ അതും ചങ്കിൽ നിന്ന് ഒഴുകി. ഇനി ഈ കബറിടത്തിൽ അടക്കിയ ശരീരത്തിൽ രക്തമുണ്ടായിരുന്നോ? പഴയ രക്തം പൂർണ്ണമായിട്ട് മാറി. നമ്മളെല്ലാം മരിക്കുമ്പോൾ സാധാരണഗതിയിൽ അടക്കുമ്പോൾ പഴയ രക്തം കട്ടയായി അതിനകത്ത് ഇരിക്കും. എന്നാൽ യേശുവിൻ്റെ ശരീരത്തിൽ രക്തം പൂർണ്ണമായി വാർന്നു പോയി. ആ ആദത്തിൻ്റെ പാപം ഏറ്റെടുത്ത രക്തം പൂർണ്ണമായി വാർന്നു പോയി. ഇനി എന്ത് സംഭവിക്കുന്നു? ഈ 3 ദിവസത്തിനകത്ത് എന്തെല്ലാം സംഭവിച്ചു? പുതിയ രക്തം ഉണ്ടായി. അവിടെ പുതിയ രക്തം. എന്തൊരു പ്രവർത്തനമാണ് നോക്കിയ. പുതിയ രക്തമുണ്ടായി. അത് വലിയൊരു കാര്യമാണ്. ആ രക്തമുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ശരീരത്തിന് പുതിയ, ആ ശരീരം മുഴുവനും ചമ്മട്ടി അടിച്ച് കഷ്ണം കഷ്ണമാക്കി മാംസമെല്ലാം പോയതായിരുന്നു. പുതിയ മാംസമായി, പുതിയ ജീവനായി. യേശുവിൻ തന്നെയുള്ള ശക്തി കൊണ്ട് ഈ കോഴിക്കുഞ്ഞ് തോട് പൊട്ടിച്ച് പുറത്തു വന്ന പോലെ യേശു ആ അന്ധകാരത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം നടത്തിക്കൊണ്ട് എന്നേക്കുമായിട്ട് പിശാചിനെയും പിശാചിൻ്റെ സാമ്രാജ്യത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് തോട് പൊട്ടിച്ച് പുറത്തു വരികയാണ്. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങേനിക്കു ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. അപ്പൊ ഈ പുതിയ ജീവൻ, അതാണ് ഈ ജീവന്റെ മാർഗം. ഇനി ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത, ഒരു പാപത്തിനും നിർവീര്യമാക്കാൻ സാധിക്കാത്ത ഒരു പുതിയ ജീവൻ. ആ പുതിയ ജീവൻ അതാണ് പൂർണ്ണമായ ജീവൻ, അതാണ് നിത്യജീവൻ. ആ ജീവൻ ശാശ്വതമായ സന്തോഷമുണ്ട് അതിൽ. അതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇനി ഇതിൻ്റെ അവസാനം മനസ്സിലായല്ലോ. ഇതൊക്കെ എന്തിനാണ് ദൈവം ഉണ്ടാക്കിയത്? ഇത് നമുക്ക് തരാൻ വേണ്ടിയാ. ദൈവമേ എന്നെ കാത്തുകൊള്ളണേ. അത് ഈശോയുടെ തന്നെ പ്രാർത്ഥനയാണ്. എന്നാൽ അതേ സമയത്ത് അത് നമ്മുടെയും പ്രാർത്ഥനയാണ്. അങ്ങയിൽ ഞാൻ ശരണം വച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്. അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല. കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും എന്റെ ഭാഗധേയമാവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണെനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നു.
കർത്താവാണ് എൻ്റെ ഓഹരി. ഓഹരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പം നമ്മൾ 5 മക്കളുണ്ട്, നമ്മുടെ അപ്പന് 5 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്ത് ഓഹരി കിട്ടും? 1 ഏക്കർ കിട്ടും. കിട്ടുമോ ഇല്ലയോ? കിട്ടും എന്ന് മാത്രമല്ല, അത് അളന്ന് കിട്ടുമെന്നാണ് പറയണത്. കണ്ടോ, എൻ്റെ ഭാഗതയും അവിടുത്തെ അഭികാമ്യദാനമാണ്. അഭികാമ്യമായ ദാനമാണെനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്കിത് അളന്ന് തരികയാണ്. അത് നമ്മുടെ ജന്മാവകാശമാണ്. അതാണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്തുകൊണ്ടാണ് നമ്മുടെ ജന്മാവകാശം? നമ്മൾ മക്കളായതുകൊണ്ട്. വേലക്കാർക്ക് കിട്ടുമോ ഇത്? അടിമകൾക്ക് കിട്ടുമോ ഇത്? ദാസർക്ക് കിട്ടുമോ ഇത്? ഇല്ല. ആരാണ് നമ്മൾ? ദാസരാണോ? അടിമകളാണോ? മക്കളാണ്. പക്ഷെ ഒരു മകൻ വീട്ടിൽ വരാറില്ല. അവനങ്ങ് എവിടെയോ രാജ്യത്ത് പോയി ജീവിക്കുകയാണെങ്കിലും അവൻ്റെ അവകാശം നഷ്ടപ്പെടുമോ? അവൻ മഹാപാപിയാണ് എങ്കിലും അവൻ്റെ അവകാശം നഷ്ടപ്പെടുമോ? എന്താണ് ഈ അവകാശം? എന്താണ് ഈ ഓഹരി? ഇവിടെ പ്രതീകമായിട്ട് നമ്മൾ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞുവെങ്കിൽ, ദൈവത്തിൻ്റെ ഇനി ഈ 5 ഏക്കർ ദൈവികമായ ഒരു ആത്മീയ സമ്മാനമാണെങ്കിൽ എങ്ങനെ ഒരു മക്കൾക്ക് എത്ര ഏക്കർ വെച്ച് കിട്ടും? അതാണ് മറ്റൊരു രഹസ്യം. അനന്തമായ ഒരു സമ്മാനം, അനന്തമായ ഒന്നിനെ അതിൻ്റെ ഒരു അംശം ഭാഗിച്ചു കഴിഞ്ഞാൽ അതെത്ര ഉണ്ടാവും? അതെത്ര ഉണ്ടാവും? അതത്രയും തന്നെ ഉണ്ടാവും. കണ്ടോ, എന്താ അതിൻ്റെ ഫോർമുല? ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ എനിത്തിങ് ഈക്വൽ ടു ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റിനെ എത്ര ഭാഗിച്ചാലും ആ അംശത്തിൽ എത്രയുണ്ടാകും? ഇൻഫിനിറ്റ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് വരുന്നതെല്ലാം അനന്തതയാണ്. ദൈവം, നമ്മളിപ്പോൾ ഇവിടെ വിശുദ്ധ കുർബാന വലിയ ഓസ്തി വാഴ്ത്തി അതിൽ നിന്നൊരു കഷ്ണം മുറിച്ചു. വിശുദ്ധ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുകയെ വേറെ കുറേ ആൾക്കാർ വന്നപ്പോൾ അതിനെ വീണ്ടും മുറിച്ചു. അപ്പോൾ കഴിഞ്ഞപ്പോൾ അവസാനം വേറെ കുറേ ആൾക്കാർ വന്നേക്കണം, വേറെ ഇനി ഓസ്തിയില്ല, അതിനെ വീണ്ടും മുറിച്ചു. അവസാനം കിട്ടിയത് ഒരു തരിയാണ്. ഒരു തരി. ആ തരിയിൽ മുഴുവൻ യേശു ഉണ്ടോ? 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 എല്ലാവരും പറയാത്ത എന്താ? എന്തുകൊണ്ടുണ്ട്? അനന്തതയുടെ ഒരു ഭാഗമാണത്. ഈ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഈശോ പറഞ്ഞു, നിനക്കൊരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഈ തരി കടുക് മണി പോലെയല്ലേ? ആ കടുക് മണിയോളത്തിൽ ആരുണ്ട്? ഈ വിശ്വസിഷ്ഠാവായ ദൈവമുണ്ട്. ഇത് വിശ്വസിക്കുന്നതിനെയാണ് കടുകുമണി വിശ്വാസം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മനസ്സിലായല്ലയോ? ഈ കുർബാന സ്വീകരണ സമയത്ത് കടുകുമണി ഓർക്കുക, ഒരു തരി. ആ തരിയിൽ ആരുണ്ട്? ഈശോ ഉണ്ട്. എന്നപോലെ ദൈവത്തിൽ നിന്ന് വരുന്ന എല്ലാത്തിലും അത് അനന്തമായതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ അംശത്തിൽ ആരുണ്ട്? ദൈവം മുഴുവനായുണ്ട്. അതാണ് ഈശോ പറഞ്ഞത്, നിന്റെ അല്പവിശ്വാസം കൊണ്ടാണ് നിനക്ക് അത് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾക്ക് ഒരു കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ മാറും. അതായത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. ദൈവം എത്രത്തോളം വസിക്കുന്നു? ദൈവം എത്രത്തോളം വസിക്കുന്നു? പൂർണ്ണനായിട്ട് വസിക്കുന്നു. ഇപ്പോൾ മനസ്സിലായോ? ആ പ്രഭാതത്തിൽ ജോലിക്ക് കയറിയവനും ഉച്ചയ്ക്ക് ജോലിക്ക് കയറിയവനും വൈകുന്നേരം 1 മണിക്കൂറുള്ളപ്പോൾ ജോലിക്ക് കയറിയവനും ദൈവം കൊടുക്കുന്ന സമ്മാനം ദൈവത്തെ തന്നെയാണ്. അത് മുറിക്കാൻ പറ്റുമോ?
അത് മുറിച്ചാലും അത് മുഴുവനാണത്. അതറിയാത്തത് കൊണ്ടാണ് അവൻ പിറുപിറുക്കുന്നത്. അപ്പോൾ നമ്മളിൽ പിറുപിറുപ്പുണ്ടാകുന്നതിൻ്റെ കാരണം ദൈവം പൂർണ്ണമായിട്ട് നമ്മളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാകാത്തത് കൊണ്ടാണ്. നമ്മളിൽ ദൈവം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലും ദൈവം പൂർണ്ണമായിട്ടുണ്ട് എന്ന് കാണാൻ നമ്മളുടെ കണ്ണുകൾക്ക് ജ്ഞാനമുണ്ടാകണം. അമ്മായിയമ്മ കാണണം മരുമകളിൽ ദൈവമുണ്ട്. മരുമകൾ കാണണം അമ്മായിയമ്മയിൽ ദൈവമുണ്ട്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും കാണണം നമ്മളിൽ ദൈവം പൂർണ്ണമായിട്ടുണ്ട് എന്നും ആ ദൈവം നമ്മുടെ അവകാശമാണ്. കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും എന്റെ ഭാഗധേയമവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണെനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്കു ലഭിച്ചിരിക്കുന്നു. എനിക്കുപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. അതാണ് രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ആ രാത്രിക്ക് വിജ്ഞാനം പകരുന്നുണ്ട്. കർത്താവ് ഇപ്പോൾ നോക്കിയേ, നമ്മുടെ അപ്പന് 5 ഏക്കർ സ്ഥലമുണ്ട്, നമ്മൾ 5 മക്കളുണ്ട്. ഇപ്പം നമുക്ക് എത്ര ഏക്കർ കിട്ടും? 1 ഏക്കർ. അത് ഭൗതികമായ കണക്കിൽ ഇല്ലേ? ഈ 5 ഏക്കർ ഒരു ആത്മീയമായ കണക്കാണെങ്കിൽ എത്ര ഏക്കർ കിട്ടും ഓരോരുത്തർക്കും? ഓരോരുത്തർക്കും 5 ഏക്കർ കിട്ടും. മനസ്സിലായി ഇല്ലേ? എടാ അതെങ്ങനെയാ? അതാണ് ദൈവിക ജ്ഞാനം. നമ്മൾ പഠിക്കണം മാത്തമാറ്റിക്സ്, ട്രിഗ്നോമെട്രി, ആൾജിബ്ര, കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്, സുവോളജി, ഇതെല്ലാം പറയണതനുസരിച്ച് നമുക്ക് എത്ര ഏക്കർ കിട്ടും? 1 ഏക്കർ കിട്ടുള്ളൂ. എന്നാൽ നമ്മൾ പഠിക്കുന്ന പരിശുദ്ധാത്മാവും കർത്താവിശ്വസിയായും സൃഷ്ടാവിൻ്റെ മനസ്സും നീതിയും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര ഏക്കർ കിട്ടും? 5 ഏക്കർ. അപ്പോൾ 5 മക്കൾക്കും 5 ഏക്കറിൽ നിന്ന് 5 ഏക്കർ എങ്ങനെ കിട്ടണേ? അതാണ് ദൈവം. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രം. ഈ പാനപാത്രം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ആശയമാണതെല്ലാം. അതാണ് നമ്മൾ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ മനുഷ്യബുദ്ധിക്ക് അതീതമാണതെല്ലാം. അതിനുപയോഗിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിലെ അടയാളങ്ങൾ കൂടിയാണ് ഈ പാനപാത്രം എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ അലമാരയിൽ കുറച്ച് നല്ല ഗ്ലാസ്സുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവില്ലേ? നല്ല കപ്പൊക്കെ. അത് സാധാരണ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കാറില്ല. ആര് വരുമ്പോഴാണ് ഉപയോഗിക്കണത്? അതിഥികൾ വരുമ്പോൾ.